ഹലോ ഗെയ്സ്, നമ്മളിതൊരു മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയുള്ള സവാള, ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഗൈസ്, വളരെ വൈകിയാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്, രണ്ടാമതൊരു മുട്ട എടുത്തിട്ടുണ്ട്, മൂന്നാമതൊരു മുട്ട എടുത്തിട്ടുണ്ട്, നാലാമത് നമ്മുടെ ഫ്രിഡ്ജിൽ മുട്ടയുണ്ട്. പക്ഷെ എടുക്കാത്തതാന്ന് പറഞ്ഞാൽ നമ്മൾ 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് മുട്ട വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാലാണ് 3 മുട്ട എടുത്തത്. അതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തരാം. 2 സവാള ഉള്ളി എടുത്തിട്ടുണ്ട്, 2 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഒന്ന് വാഷ് ചെയ്യണം. നമ്മൾ 3 മുട്ട എടുത്തിട്ടുള്ളത്. 3 മുട്ട നമ്മൾ പുഴുങ്ങാൻ വെക്കുകയാണ് കുക്കറിൽ. ലേശം ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഉപ്പെടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നല്ല ഉപ്പിട്ടിട്ടുണ്ട് കറക്റ്റ്. നമ്മൾ അടയ്ക്കുകയാണ് ഈ കുക്കർ. ഞാൻ ജീവിതത്തിൽ അടുക്കള കയറിയിട്ടില്ല. ഈ യൂട്യൂബ് ചാനൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. പെട്ടാ പോകും ഗൈസ്. ഒന്ന് എൻ്റെ മോള് സഹായിക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അവളും പരാജയപ്പെട്ടു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അമ്മയെ വിളിക്കേണ്ടി വരും. കുക്കർ അറിയാതെ എങ്ങനെ അടച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കർ ഗ്യാസിലേക്ക് കയറ്റാൻ പോകുന്നു. ഗ്യാസ് ഗ്യാസ് കത്തിക്കാൻ പോവാണ്. ഗ്യാസ് ഒരു 3 വിസിൽ അടിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് മുട്ട വെന്ത് കിട്ടും. അപ്പം നമുക്ക് ബിരിയാണിയുടെ അരി കുറുത്തു വെക്കാൻ വേണ്ടി പോവാം. നമ്മൾ ബിരിയാണി അരി എടുക്കുന്നുണ്ട്. അത് കുറുത്തു വെക്കാൻ വേണ്ടി ഒരു പാത്രം എടുക്കുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് ഈ ബിരിയാണി ഇടുന്നുണ്ട്. അപ്പം നമ്മൾ അരി കുറുത്തു വെക്കാൻ വെച്ചേക്കുന്നു. നമ്മൾ സവാള ഉള്ളി അരിയാൻ പോവാണ്. 3 സവാള ഉള്ളിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. സവാള ഉള്ളി, തക്കാളി, മല്ലിച്ചപ്പ്, അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെ വെളുത്തുള്ളി. തക്കാളി, സവാള, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെയാണുള്ളത്. നമ്മളിനി മുട്ട പൊളിക്കാൻ പോവാണ് ഗൈസ്.